10 മീറ്റർ പുറന്നോട്ട് എടുക്കാൻ പറ്റും. എന്തിനാ? അല്ല, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടേ വലത്തെ കാലിലോട്ട് ഇറങ്ങണം ഒരു സ്ഥലത്ത് വരുമ്പോൾ. എന്റെ വലത്തെ കാലി ഞാൻ തല്ലി എടുക്കണ്ടാക്കി കാശ് തന്നിട്ട് പോകും. ബഹളം ഉണ്ടാക്കില്ല. എനിക്ക് നാട്ടിൽ സ്റ്റാറ്റസ് ഒക്കെ തരാം. എന്റെ സ്റ്റാറ്റസ് കാശ് കണ്ടിട്ട് എത്ര? 50 രൂപ. ബാക്കി ടിപ്പായിട്ട് വെച്ചു. ഈ 50 രൂപ ബാക്കി ടിപ്പ്. ആ ശരി ശരി. റോമിയോ പരിഷ്കാരി വികസനം വലിയ വീടോ നമ്മുടെ നാട്ടിലും. കാലം പോയ പോക്കി. എന്നാ ഇന്നലെ റോമി അണ്ണ എന്നെ വിളിച്ചായിരുന്നു. ഇന്ന് ഗൾഫിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചാറുണ്ടോ? വരാന്ന് പറഞ്ഞായിരുന്നു. രാവിലെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്തുവാടേ? ഇപ്പൊ വന്നിട്ടാ നേരെ പെട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ. എന്തുവാടേ നീ ഇത്? ഗ്ലാസ് അതൊക്കെ പിന്നെ ഇത് കുറെ നാളായല്ലോ. ജോട്ടി എടുത്ത് ജീവിച്ചൂടെ? കൊച്ചു പിള്ളേരോട് ഇപ്പഴും കളിച്ചെടുക്കുക. അണ്ണാ ഗൾഫിൽ കാക്കയൊക്കെ ഉണ്ടോ അണ്ണാ? നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? അണ്ണം കൊണ്ടുപോകണം അവിടെ. നിന്നെ കാണിക്കാത്ത സ്ഥലമെല്ലാം ഞാൻ കൊണ്ടുപോയി കാണിക്കും. എന്തൊരു ചൂടാടാ ഇവിടെ, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വന്ന ഉടനെ ആദ്യം എ സിക്ക് ഓർഡർ ചെയ്തടാ വിളിച്ച്. പറ്റുന്നില്ല. ചൂടില്ല അവിടെ, ചൂടില്ല അവിടെ. എ സി ആടാ മൊത്തം. പ്രാടമില്ല. ഞാൻ പ്രാടമില്ലാതെ കളിയില്ല അവിടെ. എന്തുകൊണ്ടാ നീ ആ വിശേഷം? കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇപ്പൊ എത്തിയതുള്ള പെട്ടിയൊക്കെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ടാ. എവിടെ പോകുന്നു? നീ അങ്ങ് ക്ഷീണിച്ചില്ല. ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ? ഒന്നും നടക്കുന്നില്ല കാര്യങ്ങളൊന്നും. നീ എന്റെ അടുത്ത് പറയാൻ എന്താ? ഞാൻ 3-4 കിലോ ഈന്തപ്പഴം കൊണ്ട് തീർത്തില്ലായിരുന്നു. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റില്ല. അണ്ണൻ വരുന്നൊന്നും പറഞ്ഞില്ലല്ലോ. എടാ ഞാൻ ഇവിടെ എല്ലായിടത്തും പറഞ്ഞായിരുന്നു. നീ അറിയാഞ്ഞായിരിക്കും. പിന്നെ ഇപ്പൊ എന്തുവാ നിക്കറൊക്കെ എങ്ങോട്ടാ? ഞാനല്ലേ ശോഷയുടെ വീട്ടോട്ട് പോകുന്നു. ശോഷയുടെ എന്താ പറ്റി? അതെ, ഈ കറണ്ട് ഇല്ലാത്ത ഇൻവേർട്ടർ ആരും ആഗ്രഹിക്കാത്ത. നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പോട്ട്. അണ്ണൻ ഇൻവേർട്ടർ 3-4 എണ്ണം ചുമ്മാ. അവിടെ എ സി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. മാറി മാറി ഉപയോഗിക്കാമല്ലോ. വിദേശി വല്ലതും ഉണ്ടോ? കൊണ്ടുവന്നടാ. 3 എണ്ണം ഉണ്ട്. പെട്ടി ഇരിപ്പുണ്ട്. രാത്രി ആവട്ടെ, നമുക്ക് എടുത്ത് സെറ്റ് ആക്കാം. മടുത്ത് കളി ജയിച്ചു മടുത്ത്. അങ്ങനെ ഞാൻ വെച്ച നീ വിദേശം മടുത്തു. രാത്രി ആവട്ടെ, നമുക്ക് ശരിയാക്കാടാ. നീ ഇല്ലേ? ഞാൻ ഇല്ലേ ഇവിടെ? എല്ലാം ശരിയാക്കാം. ഇരി. പിന്നെ എന്തുവാ അവിടുത്തെ ജോലി? എന്തോ നിങ്ങളാ ജോലിയെ പറ്റി പറയാതിരിക്കുന്നത്. ഞാൻ അറബിയുടെ തൊട്ട് താഴെയാടാ. തൊട്ട് താഴെ അറബി. മറ്റേ ബുർജ് ഖലീഫാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതാരാണ്? അറബി കമ്പനി പേരായിരിക്കും. അല്ലടാ, അവിടെ ഉള്ള ഏറ്റവും നീളം കൂടിയ കെട്ടിടത്തിന്റെ പേരാ. ഏറ്റവും നീളം കൂടി. ഒരു ദിവസം അറബി എന്നെ വിളിച്ചിട്ട്, എടാ മോനെ 120 നിലയിലോട്ട് വാ. 120. ഞാൻ ചെന്നപ്പോഴത്തേക്ക് 2 ആപ്പിൾ പോലെ പെമ്പിള്ളാർ അവിടെ നിർത്തിയിരിക്കും. മനുഷ്യരൂപം ഒന്നും ഇല്ല. കഥ പറയട്ടടാ, കേക്കടാ. പിന്നെ അറബി ഉടനെ അൽ ഹുലാബി ഖലാബി ഹോ. അതെന്തുകൊണ്ടാ? പെമ്പിള്ളാരൊന്നും ജയിലിൽ അല്ലടാ, ആ 2 പെമ്പിള്ളാർ എന്റെ ഫുൾ സ്വാതന്ത്ര്യത്തിന് വിട്ടു വന്നിരിക്കുവോ. പണി എടുപ്പിച്ചോ? നീ പണി എടുപ്പിച്ചോ? അല്ലടാ, ഇതല്ല. ഇത് അറബിയുടെ ജനറേറ്ററാ. വെച്ചാ കൈ വിട്ടു വന്നല്ലേ. എടാ അത് തന്നെ സംഭവം. ഞാൻ ആ 120 അങ്ങോട്ട് നോക്കിയപ്പോഴേ 120 ഗ്ലാസ് ഫുൾ പോയി കിടക്കുന്നു. പൊട്ടി കിടക്കുന്നു. അത് ശരിയാക്കാൻ നമ്മളെ വിളിപ്പിച്ചു. അത് ശരി. ഉടനെ ഞാൻ എന്തോ ചെയ്ത് ഒരു വട ഇങ്ങോട്ട് എടുപ്പിച്ചു മേളിലോട്ട് കറക്കി എറിഞ്ഞ് 130 നിലയിലും കുരുക്കി. എന്നിട്ട് ബാക്കി തറയിലോട്ടങ്ങ് ഇട്ടിട്ട് എന്നിട്ട് ചാടി അതിലോട്ട് പിടിച്ച ഒരു ഒറ്റ കുരുക്കങ്ങ് ഉരുങ്ങി. ആപ്പിൾ പോലത്തെ പെമ്പിള്ളാരാണ്. ഒരാൾ കുരിയും കിടക്കുമ്പോ ആപ്പിൾ ഉണ്ടാകാം. ഇടാ വെയിലടാ അവിടെ 12:30 സമയം. ഈ വടം മൊത്തം നിന്ന് ഉരുകുക. മൊത്തം വിയർപ്പ് കാരണം ഒഴുകുന്നു. തെന്നുന്നു കൈ. ഞാനിങ്ങനെ വലത്തെ കൈ പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ താങ്ങിയിരിക്കുക ആ ഗ്ലാസിന്റെ അടുത്ത്. പെട്ടെന്ന് നോക്കിയപ്പോ ഒരു പരുന്ത് പറന്ന് എന്റെ കണ്ണിന്റെ നേരെ. വിടുവോ? കൊത്തിയാ പോയി തറയെ വീണ്. അത് ആ ഒരു സ്ഥിതിയാ. സമയം 12:30 ഒഴുകുന്ന. എന്ന് വെച്ചാൽ നമുക്ക് പിടിച്ച വടത്തി കിട്ടത്തില്ല. തെന്നി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആപ്പിൾ പോലത്തെ പെമ്പിള്ളാരാണ്. ആപ്പിൾ പോലത്തെ പെമ്പിള്ളാരാ. എടാ ഒന്ന് പറഞ്ഞു തീർക്കട്ടടാ. ഞാൻ ഒന്ന് അടങ്ങടാ. ഉടനെ എന്തുവാ ഞാൻ ആ വടത്തി പിടിച്ച് താഴോട്ട് എന്നുവെച്ചാൽ നോക്കുമ്പോഴത്തേക്ക് താഴോട്ട് പോകുമ്പോ ഇത്രയുള്ള സാധനങ്ങളാ കാണുന്നത് മൊത്തം. ഞാൻ വണ്ടി ഓടിപ്പോകുന്നത് ഇത്ര ഇതിലേ കാണത്തുള്ളൂ. തലയാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുക താഴോട്ട് നോക്കുമ്പോ. ഞാൻ കൈ വിട്ടാ പോയി മരിച്ച് കഴിഞ്ഞ് അതവിടെ തീർന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് 2 കൽപ്പിച്ച് ഞാൻ പിടിച്ചിട്ട് തെന്നിയല്ലേ കയറി. ഇപ്പൊ വീഴുന്ന ഉറപ്പായി. ഓ എന്നും പറഞ്ഞ താഴോട്ട് ഒരൊറ്റ പോക്ക്. എന്നിട്ടോ വലത്തെ കൈ കൊണ്ട് കുത്തി മണ്ണിലോട്ട് മൊത്തം ഇവിടം വരെ ഇറങ്ങിയത് പോയി. മണ്ണില് ഇത്രയും ഒന്നും പറ്റില്ല. എങ്ങനെ പറ്റൂടാ? ശരീരത്തിന്റെ ഒരു ഭാഗം ചലിക്കത്തില്ല, അനങ്ങത്തില്ല. ഞാൻ അനങ്ങത്തില്ല. അത് ഉരുക്കിലുണ്ടാക്കിയവനല്ലേടാ ഞാൻ. എന്തുകൂടാ അങ്ങനെടാ കൈ ഒടിഞ്ഞ്. കയ്യങ്ങ് ഒടിഞ്ഞ്. ഒന്ന് ചുമ്മാ എണ്ണ സുഭാഷ് എണ്ണം വിളിച്ചു പറഞ്ഞാലേ ഈന്തപ്പന മരത്തി ഈന്തപ്പന കക്കാൻ കയറിയപ്പോ ചെറുക്കി അടിച്ച് വീണേ. ഒന്ന് അടങ്ങടാ. എങ്ങനെ വീണാലും വീഴ്ചയില്ലൂടാ. പ്രവാസിയാടാ ഞാൻ. അങ്ങനെ വീഴും. അവിടെ ഫുൾ ടൈം ചൂടാണോ?
ഞാൻ ചൂടാടാ അവിടെ ഫുൾ ടൈം. പിന്നെ എനിക്ക് പിന്നെ അങ്ങനൊന്നും ഇല്ല, ഞാൻ ഫുൾ ടൈം എ സിക്കകത്ത പ്രാഡോയിൽ കറക്കും, എ സി ഉള്ള റൂം. പിന്നെ ഒരു ഉച്ച 12-12:30 ആകുമ്പോ ഉള്ളംകാലിന്ന് ഒരു ചൂട് അടിച്ചങ്ങ് കയറും. പുറത്ത് ആൾക്കാർ പണിയെടുക്കുകയല്ലേടാ ചൂടത്ത് നിന്ന്. അത് കാണുമ്പോ നമുക്കൊരു ഇതാടാ, നമ്മളൊന്ന് വിയർക്കും എ സിക്കകത്ത്. അങ്ങനാ അത് നമുക്ക് ആ സമയമാകുമ്പോ അത് അങ്ങനെ തോന്നും. ശിവശ്രീകരുടെ നമ്മുടെ ബാബുവാണല്ലോ. എന്തോ പറ്റില്ല, നിന്നെ 2 ആഴ്ച മുമ്പ് ഇവനെ ഇങ്ങോട്ട് കയറ്റി വിട്ടിയാണ്. ആടിയും പുല്ലും കൊടുത്ത് വളർത്തിയ പശുവിനെ നാട്ടുകാർ കറക്കണ്ട. നീ എന്താണ് ഇങ്ങനെയാണെന്ന് കരയുന്ന സഹോദര? ഒന്ന് പോയാ ഒന്നടാ. ഉണ്ടോ അടിക്കാം, 4 അടിക്കാൻ ഉണ്ടോ. എടാ നീ രാത്രി ആ പരിപാടി സെറ്റ് ചെയ്യേക്കാം. നീ ഇപ്പൊ തൽക്കാലം പോയി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചേക്കാം. നീ പോ, അവൻ എവിടെയെങ്കിലും കൊണ്ട് കിടന്ന് ഉറക്കടാ. എടാ മോനെ നീ നിന്നേ, ഇവിടെ ഏതെങ്കിലും തെങ്ങി കയറിയിട്ട് മൂലം കരിക്കിട്ടിട്ട് കൊണ്ടുപോയി രാത്രി വെള്ളം ഒടിക്കാനാ. നീയും വാ പോയി. ഓരോരോ പിള്ളേരുടെ അവസ്ഥയുണ്ട് പ്രവാസി. ഇതൊക്കെ ആ ജീവിതം കഴിഞ്ഞു. ആ വിഷമൊക്കെ വിട്ടു. ഇവിടെ എന്തൊരു ചൂടാടാ, ഭയങ്കര വെയിലും. ഇവിടെ റിങ്ങിലെ മൊത്തം വെയിലുമായി. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിരിക്കാം. അവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം എ സിയുടെ കളിയല്ലേ. ഞാൻ പറഞ്ഞില്ല ഓ കഴിക്കണോടാ. ഞാൻ വീട്ടിൽ വന്നപ്പോ ചോറ് എടുക്കട്ടെ, പക്ഷേ നമുക്ക് ഇതിന് പിടിക്കത്തില്ല. ഇത്രയും നാളായിട്ട് ബിരിയാണി കഴിക്കുമല്ലോ ഒന്ന് സ്ഥിരം. എസിയും ബിരിയാണി അതില്ല നമുക്ക് പറ്റത്തില്ല. എടാ അത് അങ്ങനാടാ. അത് എടാ അത് കണ്ണടിയുള്ളവർ പലതും പറയൂടാ. നിങ്ങൾ എന്താടാ ഇങ്ങനെ? ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കടാ. നിർത്ത്. നിങ്ങൾ അവിടെ ക്യാമ്പിൽ നടത്തുന്ന സംഭവങ്ങൾ, അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം അപ്പൊ നിങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ആണ്. എല്ലാ കാര്യങ്ങളും അതാണ് ഞങ്ങൾ അറിയുന്നുണ്ട്. എടാ ഞാൻ പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? അതോ വലിയ ഇനി ഞങ്ങള് പിന്നെ നിങ്ങളുടെ തെല്ല കേൾക്കാൻ വേണ്ടി കുറച്ചു നേരം ഉണ്ടായിരുന്നേ ഉള്ളു. സമ്മതിച്ചില്ല. ഇങ്ങനാടാ പ്രവാസികൾ. എങ്ങനാ ഒരു 30 ദിവസം കിട്ടുന്ന ലീവില് വന്ന് ഇവിടെ എന്തുവാ വായിയെടുത്തും മക്കളെടുത്തും വീട്ടുകാരെടുത്തും ഒക്കെ കുറച്ച് തള്ളൊക്കെ തള്ളി അവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുവാടാ 30 ദിവസം. ആ 30 ദിവസം കിട്ടുന്നതിൽ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷം പറയാൻ കിട്ടുന്ന നിമിഷങ്ങൾ ഇതൊക്കെയാ. അവിടുത്തെ വിഷമവും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ പറഞ്ഞ് നിങ്ങളെയും വീട്ടുകാരെയൊക്കെ വിഷമിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതിനെ കുറച്ച് തള്ളു പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സമാധാനം കിട്ടൂടാ. അതിന്റെ പേരില്ല നിന്നെയൊക്കെ വന്ന് കണ്ട് രാവിലെ വന്ന വഴി തന്നെ ഓടിപ്പടച്ച് കൂട്ടുകാരെന്നുള്ള പേര് വരുന്നത് നമുക്ക്. നിങ്ങളിപ്പം എന്തുവാണ് ഞാൻ അതിപ്പം ശരിയായി. നിങ്ങളിപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്കത് ഫീലായി ഭയങ്കര. കുപ്പി എടുത്തിട്ട് 3 വീശിട്ട് വാ.